വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവി രാജിവെച്ചതിനു പിന്നാലെ തിരുവനന്തപുരം ജില്ലയിൽ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. ഒരു മാസത്തിനുള്ളിൽ പുനഃസംഘടന വരുമ്പോൾ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കും. അതുവരെ ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ഇപ്പോൾ ചേരുന്നത്. പ്രതീഷ്, ആർക്കാണ് കൂടുതൽ സാധ്യത? പ്രതീഷ്, ഉന്മേഷ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കോൺഗ്രസിന് ആകെ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. പാലോട് രവി രാജിവെച്ചതോടുകൂടി തന്നെ ഇനി പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം. പക്ഷേ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി തന്നെ പുനഃസംഘടന നടക്കാനിരിക്കെ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. M. വിൻസെന്റിന്റെ പേരാണ് പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിന് പുറമെ മണക്കാട് സുരേഷ്, ചെമ്പഴന്തി അനിൽ എന്നീ പേരുകൾ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വം ഉടൻ തന്നെ തീരുമാനം എടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ നടപടി ആദ്യം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചത് പാർട്ടിക്ക് ഗുണമായി എന്നതാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ സതുദ്ദേശപരമായി പാർട്ടിയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ പാലോട് രവി ചൂണ്ടിക്കാണിച്ചതാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രാജി ചോദിച്ചു വാങ്ങിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു വാദം ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്തായാലും പാലോട് രവിയുടെ രാജിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് പുതിയ അധ്യക്ഷനെത്തും. താൽക്കാലിക അധ്യക്ഷനെ ആദ്യം നിയമിച്ച് പിന്നീട് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. MG പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.